പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടുകൂടി പറയാം ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ഹല്ലേലൂയയുടെ കാരണം? കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അല്ലേ? കന്യക മറിയമേ ആമോദിച്ചാനന്ദിച്ചാലും, എന്തെന്നാൽ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മൾ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലാണ്. വലിയ പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനുള്ള ഒരു കാലഘട്ടമാണ്. നോമ്പും ഉപവാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവനോടുകൂടെ ഈ ലോകത്തിന് മരിച്ച് അവൻ്റെ ഉത്ഥാനത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഇങ്ങനെയാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ചില ബന്ധന അവസ്ഥകൾ ഉണ്ടാകാം. ആ അവസ്ഥകൾ ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ മാറിപ്പോകണമെന്നില്ല. നിരന്തരമായ പ്രാർത്ഥനയും സമർപ്പണവും വഴിയാണ് നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുക. എന്നാൽ ഒരു കാര്യം നമുക്ക്, യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് പ്രത്യാശ തരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് എന്തുണ്ട്? ഉയർപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രത്യാശയിലാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ പ്രത്യാശ നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും, നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകൾ, ഇല്ലായ്മകൾ, ഇതൊക്കെ നമ്മളെ പിടിച്ച് അസ്വസ്ഥരാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്ററിനൊക്കെ വലിയ സന്തോഷത്തോടെ പള്ളിയിൽ പോയി, അതിനുശേഷം നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ശങ്കരൻ സ്റ്റിൽ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞ പോലെയാണോ എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ആഘോഷവും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ആത്യന്തികമായി നമ്മളെ പലവിധ കാര്യങ്ങളിങ്ങനെ ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതൊരു സത്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ യേശു ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറാണ് യേശു ഈ പീഡാനത്തിലൂടെ കടന്നു പോയത്. പെസഹ വ്യാഴാഴ്ച രാത്രി പിടിക്കപ്പെട്ടു, അന്നുകൊണ്ട് ഈ കാരാഗൃഹത്തിൽ അടച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും യേശുവിൻ്റെ പീഡാസഹനവും ഉത്ഥാനവും എല്ലാം കഴിച്ചു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, യേശു നമ്മളൊക്കെ ഒരു 10 ആയുഷ്കാലം അനുഭവിക്കേണ്ട വേദനയാണ് ഈ ഒരു ദിവസം കൊണ്ട് അനുഭവിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് യേശു, ചിലപ്പോൾ ആൾക്കാർ പറയും യേശുവിന് 3 മണിക്കൂർ കിടക്കേണ്ടി വന്നില്ല. നമ്മൾ എത്ര വർഷമായിട്ട് കിടക്കുകയാണെന്നുള്ളതാണ്. ഇത് 3 മണിക്കൂറാണോ 3 വർഷമാണോ എന്നുള്ളതിന് പ്രസക്തിയില്ല. നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിയരുടെ ലേഖനം 4-ാമത്തെ അധ്യായം. ഇതേ അവസ്ഥയിൽ കിടക്കുന്ന കുറേ മനുഷ്യരുടെ കഥ ബൈബിളിൽ പറയുന്നുണ്ട്. പൗലോസ്ലീഹയാണ് ഇവിടെ കിടക്കുന്നത്. പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ കിടന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ.
അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം കാരാഗൃഹത്തിൽ ചങ്ങലയിൽ കിടക്കുന്ന മനുഷ്യൻ പുറത്തിരിക്കുന്ന ആൾക്കാരോട് പറയാണ്, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലരാകണ്ട, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. എന്താണ് ഈ ക്ഷമാശീലം? നമ്മളുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും അസ്വസ്ഥതകളിലും നമ്മൾക്കുണ്ടാകേണ്ട ശാന്തത. യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്ന ഒരു പ്രത്യാശയുണ്ട് നമ്മൾ പറയുന്നു. പക്ഷേ എങ്കിലും നമ്മൾ യേശുവിലൂടെയാണ് നമ്മളിതെല്ലാം പഠിക്കേണ്ടത്. അവനാണ് നമ്മുടെ വഴി, അവനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം യേശു സംഭവം ഒരു ദിവസം അല്ലെങ്കിൽ 3 മണിക്കൂർ സഹിച്ചു, അല്ലെങ്കിൽ 4 മണിക്കൂർ സഹിച്ചു, 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ പൗലോസ്ലീഹ ഈ ലേഖനം എഴുതിയതിൻ്റെ പിറ്റേ ദിവസം പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നാ ഇല്ല. പക്ഷെ പൗലോസ്ലീഹയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞാനിതിൻ്റെ പുറത്ത് വരും. ഹല്ലേലൂയ. ഈ പ്രത്യാശയിലാണ് ക്രിസ്തുവിനൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കാരാഗ്രഹങ്ങളും ഈ അവസ്ഥകളൊക്കെ അവർക്ക് ദൈവത്തെ, അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള, ആ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ, ഇപ്പം നമുക്ക് നല്ലൊരു സന്തോഷകരമായൊരു അനുഭവം, നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ഉത്തരം കിട്ടി, നമ്മളൊരു രോഗം സുഖപ്പെട്ടു, ഒരു പരീക്ഷ പാസ്സായി, ഒരു ജോലി കിട്ടിയാൽ നമുക്കൊക്കെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറയാനും ഒന്ന് പള്ളിയിൽ വരാനും ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതിപ്പോൾ ലോകത്തിലെ ഏത് മനുഷ്യനും സാധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളായിട്ട് പ്രത്യേകിച്ച് അതിനൊരു വലിയ കാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ഹൈന്ദവനും ഒരു മുസ്ലിമും അത് ചെയ്യുന്നവനാണ്. എന്നാൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വിശ്വാസം. ഇതൊരു സ്വാഭാവികമായി നടത്തേണ്ട, കർത്താവ് പറയുന്ന പോലെ ആദ്യത്തെ ഒരു മൈൽ നടക്കുക. നമ്മളൊക്കെ 2-ാം മൈൽ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ 2-ാം മൈൽ നടക്കുന്നിടത്താണ് ഉത്ഥാനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പം അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉദ്ദിഷ്ട കാര്യ സാധ്യവും നന്ദിയൊക്കെ നമ്മൾ അർപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചെടുത്ത് ഇതേപോലെ ചില കാരാഗ്രഹ അവസ്ഥകൾ നമുക്കുണ്ടാവും. നമ്മൾ ശാരീരികമായ ബന്ധനത്തിലാകണമെന്നില്ല, പക്ഷേ മാനസികമായും ആത്മീയമായും നമ്മൾ ബന്ധനത്തിൽ ആകപ്പെടാനുള്ള അവസ്ഥയുണ്ട്. എന്താണ് ഈ പൗലോസ്ലീഹ പറയുന്ന തടവറ എന്ന് പറയുന്നത്? എന്താണ്? നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യഗ്രത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇന്നത്തെ കടബാധ്യതകൾ പേറുന്ന ഭാരങ്ങൾ, അതുപോലെ എത്ര പ്രാർത്ഥിച്ചിട്ടും പല കാര്യങ്ങളും അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല, നടന്നിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള നിരാശ, അപകർഷതാബോധം, എന്നെ ആരും സഹായിക്കാനുള്ള എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറേ ചില തെറ്റുകൾ ചെയ്തതിൻ്റെ കുറ്റബോധം, ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പലവിധ കാര്യങ്ങളിൽ ചിന്തിച്ച് നമ്മളെ തന്നെ ഇങ്ങനെ ബന്ധനസ്ഥരാക്കുന്നൊരവസ്ഥയുണ്ട്. ചിലപ്പോൾ നമ്മളുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ ജോലി മേഖല, അവിടെയൊക്കെ ഒരു വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണില്ല. അപ്പം ഇതൊക്കെ നമ്മളെ തളർത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് പൗലോസ്ലീഹ പറയണത്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്താണ്? ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നമ്മൾ ഇങ്ങനെ ദേവാലയത്തിൽ വന്നിങ്ങനെ ഒരു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ എൻ്റെ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അപമാനങ്ങളും നിന്ദനങ്ങളും കടവും ബാധ്യതയും
നാളത്തെ കുറേ കാര്യങ്ങൾ നടക്കാനുള്ളതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഇതെല്ലാം ഓർത്ത് സ്തുതിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ സ്തുതിക്കാം. ആർക്ക് വേണ്ടിയിട്ടാണ് സ്തുതിക്കണത്? എനിക്ക് വേണ്ടിയിട്ടില്ല. ഞാനങ്ങനെ പറയുന്നതുകൊണ്ട് സ്തുതിച്ചേക്കാമെന്ന് പറയണം. അതല്ല സ്തുതിപ്പെന്ന് പറയണത്. സ്തുതിപ്പെന്ന് പറയണത് ദൈവം ഇതെൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് എൻ്റെ ഉപരി നന്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ അവസ്ഥകളെ ഒന്നിനെക്കുറിച്ചും ഞാൻ പരാതി പറയുന്നില്ല, പരിഭവം പറയുന്നില്ല, ഞാൻ ആരോടും കുറ്റം പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സ്തുതിപ്പെന്ന് പറയുന്നത്. സ്തുതിപ്പെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒച്ച ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കരുത്. സ്തുതിക്കുക എന്ന് പറയുന്നത് ഞാനൊരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയും, എൻ്റെ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനാണ് സ്തുതിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ഇവിടെ പള്ളി വരുമ്പോൾ രണ്ട് കൈയും പൊക്കിയിട്ട് കുറേ അല്ലെലിയോ അല്ലെലിയോ ഒച്ച ഉണ്ടാക്കുന്നതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ജീവിത ശൈലിയാണ്. പരിശുദ്ധ അമ്മ നമുക്കറിയാം, വളരെ നമ്മളെക്കാൾ ഭയാനകമായ ദുരിതം പറഞ്ഞ ഒരു ജീവിതത്തിൽ കടന്നുപോയ ആളാണ്. അവളിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ സമയം മുതൽ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം വരെ നിരന്തരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും പരാതികളില്ല, പരിഭവങ്ങളില്ല, ആരെയും കുറ്റം പറയുന്നില്ല. സ്വന്തം മകനെ ചതിച്ച യൂദാസിനെ കുറ്റം പറയുന്നില്ല, തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറ്റം പറയുന്നില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് ഇവരെല്ലാം കൂട്ടിച്ചേർക്കുന്ന ആര് തന്നെയാണ്? പരിശുദ്ധ അമ്മ തന്നെയാണ്. ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് സഹിയോൻ മാളികയിൽ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന അമ്മയുടെ നേതൃത്വത്തിലാണ്. ആരോടും പരാതികളില്ല. കാരണം ഒരു കാര്യം ഉറപ്പായിരുന്നു അവൾക്ക്, എൻ്റെ മകനെ ദൈവം ഉയർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു ജീവിത ശൈലിയായിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ദേവാലയത്തിൽ വന്നിന്ന് സ്തുതിക്കുന്നു, പിന്നെ അടുത്ത ദിവസം വീണ്ടും ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ആപ്പാടിനെ എന്ത് ചെയ്യും, നാളെ എന്താവും, ഇങ്ങനെയൊക്കെ കുറേ ആകുലതയും കുറേ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് കൂടെ നടക്കുന്നവർക്കും കൂടി നമ്മൾ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമല്ല. നമ്മൾക്ക് ക്ലിയറായി ഈ അവസ്ഥ ദൈവം അനുവദിച്ചതാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാണ്. കാരണം കാൽവരി മലയിലെ കുരിശിൽ അവൻ കിടക്കുമ്പോൾ അവൻ അവിടെ കിടന്നിട്ട് ആരോടും പരിഭവം പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ശപിക്കുന്നില്ല, ആർക്കൊരു ദ്രോഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ആരുടെയും സഹായം ചോദിക്കുന്നില്ല, ആരോടും താൻ കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആരോടും ന്യായം നടത്താൻ പറയുന്നില്ല. ഇതിൻ്റെ പേരാണ് വിശ്വാസമെന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾക്കും നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും പുറത്തു വരുവാനുള്ള വഴിയെന്ന് പറഞ്ഞ് ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം ദൈവത്തിൽ ശരണപ്പെടുന്നു അത്രത്തോളം നമ്മളുടെ വേദനകളും ദുഃഖങ്ങളിലെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഒരിക്കലും നമ്മൾ ആരോടും നമ്മളുടെ ഉത്കണ്ഠകളെയും ആകുലതകളെയും ഭയങ്ങളെയും കുറ്റി സംസാരിക്കുന്നില്ല. ആരോടും നമ്മൾ ആരുടെയും ഔദാര്യവും സഹായം പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കുന്നില്ല. എനിക്ക് സഹായം കർത്താവില്ലെന്നാണ്. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സുകളെ ഒരുക്കണം. പരിശുദ്ധ അമ്മ ഈശോയൊക്കെ ആ ഉത്ഥാനത്തിലേക്ക് വരുമ്പം അവരെത്രമാത്രം പ്രത്യാശ അർപ്പിച്ചിരുന്നു ദൈവത്തിൽ, എത്രമാത്രം ദൈവത്തിൽ അവർ ശരണപ്പെട്ടിരുന്നു. ആ ശരണം രണ്ട് രീതിയിലാണ് കാണുക. ഒന്ന്, അവരുടെ സ്തുതിപ്പ്. അവരുടെ വായിൽ നിന്ന് പരാതികളും പരിഭവങ്ങളില്ല. അവരാരെയും പുറകെ അവർ ന്യായം തേടി പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് ന്യായം നടത്തി തരേണ്ടവൻ ദൈവമാണ്. ജോബിൻ്റെ പുസ്തകത്തിലും ഇതുപോലെ കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം വചനം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതേപോലെ പോയൊരു മനുഷ്യനാണ് ജോബ്. അപ്പോൾ അവനും ഇതേപോലെ വലിയ വേദനകൾ കടന്നുപോയി, എല്ലാം തകർന്നു പോയി, എല്ലാം നശിച്ചു. അവൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവനെ കുറ്റം പറയുമ്പോഴും ജോബ് ഒരു കാര്യം പറയുന്നുണ്ട്. 19-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. സ്വന്തം ഭാര്യ പോലും തന്നെ കുറ്റപ്പെടുത്തിയിട്ട് പോവുകയാണ്. ഇനി എന്തിനാടോ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ, താൻ ഇനി ചാകാൻ പോവാണ്, ഇനിയെങ്കിലും ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട്
വേറെ വഴിക്ക് പോകുമെന്ന് പറയുന്നൊരു ഭാര്യയുടെ മുമ്പിലും അവൻ ദൈവത്തെ ന്യായീകരിക്കുന്നൊരു ജോബിൻ്റെ വചനത്തിൽ നിന്ന് ശരിയാടി, നീ പറഞ്ഞതൊക്കെയാണ് ശരി, വല്ലാത്ത കഷ്ടപ്പാടാണ്, വിചാരിച്ച പോലെയൊന്നുമല്ല, ആകെ തകർന്നു പോയി എന്ന് ഒരാൾ പറയുന്ന കൂടെ നിൽക്കുന്നില്ല, അവിടെ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല, ദൈവത്തിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് ചിന്തിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെ പറയണം, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, എൻ്റെ ചർമ്മമില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. എന്തൊരു പ്രത്യാശയാണ് അല്ലേ? ആരുടെയും പുറകെ നടക്കുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ട്, കന്നുകാലികൾ പോയി, ആടുകൾ പോയി, ഗോതമ്പ് വയൽ പോയി, മക്കൾ പോയി, വീട് പോയി, ആരോഗ്യം പോയി, എന്നാൽ പിന്നെ പിച്ച തണ്ടിയേക്കാം, വല്ലവൻ്റെയൊക്കെ പുറകെ നടന്ന് വല്ലതും ചോദിച്ച് മേടിച്ചെടുക്കാമെന്ന് വെച്ചാൽ ആരെയും പുറകെ നടക്കുന്നില്ല. കാരണം ഇതെല്ലാം തന്നവൻ ദൈവമാണ് തന്നത് എന്നുള്ള വലിയ ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്കൊക്കെ ഈ ഒരു ബോധ്യം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്തും ഇല്ലാത്തതിനെ ഓർത്തൊക്കെ വേദനിക്കുന്നവരാണ്. അത് നമ്മുടെ ആരോഗ്യമാകാം, മക്കളുടെ അവസ്ഥകളാകാം, സാമ്പത്തിക മേഖലകളാകാം, നമ്മുടെ അഭിമാനത്തിൻ്റെ മേഖലകളാകാം, ജോലി തൊഴിൽ മേഖലകളാകാം. ഇവിടെയൊക്കെ വന്നിരിക്കുന്ന വീഴ്ചകൾ, കുറവുകൾ, പ്രശ്നങ്ങളെ ഓർത്തൊക്കെ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ നമുക്കൊരു സുബോധമുണ്ടാകണം. ധൂർത്തപുത്രനുണ്ടായ സുബോധം. എന്താണ് ആ സുബോധം? ഇതെല്ലാം ആര് തന്നതാണ്? ഇതൊക്കെ ദൈവം തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഇത് വീണ്ടും തരാൻ സാധിക്കുമോ? സാധിക്കും. ഇതിനേക്കാൾ കൂടുതൽ തരാൻ സാധിക്കുമോ? സാധിക്കും. ഇതൊക്കെ എന്താണ് തെളിവെന്താ? ഇതിനാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്ന കഥകൾ മുഴുവൻ നമ്മൾ പറയുന്നത്. ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവനും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നൽകുന്നവനും ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരുന്നതിനൊക്കെ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇതിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ജോബോടെ അതുകൊണ്ട് ജോബ് പറയുന്നത്, ജോബ് ആരുടെയും പുറകെ പിച്ച് തണ്ടാൻ ആരെയും സഹായം ചോദിക്കാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം എനിക്ക് ദൈവം തന്നതാണ് എന്ന വലിയ ബോധ്യം ജോബിനുണ്ടായിരുന്നു. നമുക്ക് ഇല്ലാത്തൊരു കാര്യം അതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ അസ്വസ്ഥരാകുന്നത് വെച്ചാൽ ഇതെല്ലാം നമ്മളുണ്ടാക്കിയതാണെന്നൊരു ചിന്ത വരാം. ഈ ചിന്ത വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? നിരാശ, ഭയം, ആകുലത, ഉത്കണ്ഠ. എന്നാൽ ഇതെല്ലാം തമ്പുരാൻ തന്നതാണ് എന്നുള്ള വലിയ അവബോധമുണ്ടെങ്കിൽ നമ്മളാരും നിരാശപ്പെടില്ല. നമ്മൾ ധൂർത്തപുത്രൻ്റെ കഥയിൽ കാണുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് വളരെ നിരാശനായി പന്നിക്കുഴി കിടക്കുന്നവൻ, അവന് പെട്ടെന്നൊരു ഉണർവുണ്ടാവുകയാണ്. അവനെന്തോ ഒരു വെളിച്ചം കിട്ടുകയാണ്. ആ വെളിച്ചം വേറൊന്നുമല്ല, പന്നികളാണ് അവനോട് പറയണത്, എടാ നീ എന്തിനാ ദുഃഖിക്കുന്നത്? നിനക്കിതെല്ലാം ആര് തന്നാണ്? നിൻ്റെ അപ്പൻ തന്നാ. അപ്പൻ്റെ വീട്ടിൽ ചെന്നാൽ ഇതെല്ലാം വീണ്ടും തരാൻ കഴിവുള്ള ഒരാളുണ്ട്. ആ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ അവിടെയാണ് നമ്മളുടെ കെട്ടുകൾ അഴിയുന്നത്. ഇന്ന് നമ്മൾ ആവശ്യമില്ലാത്ത പല ചിന്തകളൊക്കെ വെച്ച് നമ്മളെ തന്നെ സ്വയം ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ്. എനിക്ക് കഴിവില്ല, ഞാനിത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഈ കാര്യം നടക്കില്ല, എന്നെക്കൊണ്ട് എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്വമേധയാ പിശാചിനാൽ ബന്ധനസ്ഥനായി നമ്മൾ തന്നെ സ്വയം ബന്ധനസ്ഥരാക്കുകയാണ്. അതാക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയുള്ള ആശ്രയത്വമാണ്. എന്നാൽ ഇതെല്ലാം തമ്പുരാൻ തന്നതാണ് എന്ന ഒരു ബോധത്തിൽ വരുന്നവൻ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ജോബിനെ പോലെ, പൗലോസിനെ പോലെ നമ്മളും ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ എന്നിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ അവന് സാധ്യമാണ്. നമ്മൾ വിചാരിക്കണത് എന്താ അറിയോ? എന്തോരം കഷ്ടപ്പാട് കൊണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയത്, ഇനി ഇതൊക്കെ ഉണ്ടാക്കി വരണമെങ്കിൽ എത്ര നാളെടുക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്. കാരണം നമ്മുടെ കപ്പാസിറ്റി വെച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതകാലത്തിന് രണ്ടാമത് കിട്ടാൻ പോകണില്ലെന്നുള്ള കാര്യം അപ്പം തന്നെ ഉറപ്പായി. കാരണം ഇത്രയും നാൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതിനിപ്പോൾ എന്തായാലും വരാൻ പോകുന്ന കാലത്ത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അപ്പം തന്നെ നമുക്ക് പിടിയിട്ടാണ്. എന്നാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്നവന്
ജോബിനെ പോലെയും പൗലോസിനെ പോലെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കും നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറയാൻ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് ഈ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കും. അപ്പം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം തമ്പുരാൻ്റെ സന്നിധിയിൽ. ഇന്ന് നമ്മളും പൗലോസിനെ പോലെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മളെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ടോ? ബാറൂക്കിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം ഇങ്ങനെ പറയാണ്, ജെറൂസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിൽ അണിയുക. അപ്പോൾ നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിലുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കായി അണിയുക. ദൈവത്തിൽ നമ്മൾ ശരണപ്പെടണം. ദൈവമാണ്, തമ്പുരാനാണ് എൻ്റെ എല്ലാം. ഞാൻ ഇന്നായിരിക്കും എനിക്കുള്ളതെല്ലാം തമ്പുരാൻ തന്നതാണ്. ആ വലിയ അവബോധം. അതിൻ്റെ അകത്ത് ചില വീഴ്ചകളുണ്ടായിട്ടുണ്ട്, ചില നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ചില അസ്വസ്ഥതകളുണ്ട്. കുഴപ്പമില്ല, അതെൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് അനുവദിച്ചതാണ്. വലത് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കുറച്ചുകൂടി ഓർത്ത് പറയാം, ഹല്ലേലൂയ. ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥ ഒരുപക്ഷെ ഇതുപോലെ കാരാഗ്രഹാവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ കുരിശിൽ കിടക്കുന്ന ബന്ധനസ്ഥ അവസ്ഥ, അല്ലേ? എല്ലാത്തിൻ്റെയും ഉടയവൻ, എന്തും ചെയ്യാൻ കഴിവുള്ളവൻ നമുക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് മക്കളെ ഉത്ഥാനത്തിലേക്ക് വളരുക? ഉത്ഥാനത്തിലേക്ക് വളരുന്നത് ഒരിക്കലും തൻ്റെ ശക്തിയിൽ അവൻ ആശ്രയിച്ചിരുന്നില്ല. എല്ലാം ചെയ്യാൻ കഴിവുണ്ടായിരുന്നവൻ പൂർണ്ണമായി ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അപ്പം ഇന്ന് നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും തമ്പുരാന് സമർപ്പിക്കുകയാണ്. നീ ഇടപെടണം, ഞാനായിട്ട് ഒന്നും ചെയ്യില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഈ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് 4 ഹല്ലേലൂയ പറയും, എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ആ കമ്പി ഒന്ന് പിടിച്ചു നോക്കും, ഇത് തിരിയുന്നുണ്ടോ വളയനുണ്ടോ അല്ലേ? അത് വളയുന്നില്ല. പിന്നെ ബൈബിൾ വായിക്കാൻ സ്തുതിക്കാൻ പറഞ്ഞു. അടുത്ത ആഴ്ച വരുന്ന നമ്മൾ പ്രയർ ഗ്രൂപ്പിൽ വരുന്നു, വീണ്ടും ഹല്ലേലൂയ പറയാൻ പറഞ്ഞു. നമ്മളൊന്ന് കുഴിച്ചു നോക്കി ഇവിടെ വല്ല ഓട്ടയുണ്ടോ പോകാനായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു വശത്ത് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്തുതിപ്പും ഹല്ലേലൂയൊക്കെ ഉണ്ട്, മറുവശത്ത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവം ഇടപെടില്ല. ഇപ്പം 2 കരങ്ങളൊന്ന് ഉയർത്തുക. നമുക്കും ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം വേണം. നമ്മളാരും ഇങ്ങനെ ബന്ധനസ്ഥരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് ഗോഡ്സ് പ്ലാൻ. നമ്മളെല്ലാവരും പറക്കണം. കഴുകനെ പോലെ നമ്മൾ ഉയരങ്ങളിൽ പറക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഒരു കൈ നമ്മൾ ദൈവത്തിൽ ഉയർത്തിയിരിക്കുന്നത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ, മറ്റേ കൈ എന്തിനാന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ പണിതുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തുകയാണ്. കർത്താവേ, ഇതിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നിന്നിൽ ആശ്രയിക്കുന്നതിന് പകരം മറുവശത്ത് കൂടി എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും അതിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. കാരണം ഇന്ന് ഞാനായിരിക്കുന്ന എൻ്റെ നഷ്ടങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ എല്ലാം നിൻ്റെ ദാനമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്, എനിക്കിന്ന് മനസ്സിലായി. ഇതെല്ലാം എൻ്റെ അധ്വാനമാണ്, എൻ്റെ മിടുക്കാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ സാമർഥ്യമാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നിരാശരാകുന്നത്. എന്നാൽ കർത്താവിനോട് തന്നെ പറയാം, യെസ് ലോർഡ്, ഇറ്റ് ഈസ് ഓൾ യുവർ ഗിഫ്റ്റ്. ഐ അണ്ടർസ്റ്റാൻഡ്, നിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അതിനെല്ലാം ഓർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടു. ഒരു മനുഷ്യൻ
ഇറ്റലിയിൽ ഒരു സംഭവം അറിയുന്നു തോന്നുന്നു, വാട്സാപ്പിൽ വന്നൊരു കാര്യം. അയാൾക്ക് 93 വയസ്സായി. അയാൾക്ക് ഭയങ്കര ഒരു രോഗം വന്ന് അയാൾ മരിക്കാൻ പോവാണ്. മരിക്കാറായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളെ വെൻറ്റിലേറ്ററിൽ കയറ്റണം, എന്നാലേ നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ളൂ. വെൻറ്റിലേറ്റർ കിട്ടുകഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഇത്ര വെച്ച് കൊടുക്കണം, ചിലവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർ വിചാരിച്ചു ഇയാൾക്ക് ഈ വെൻറ്റിലേറ്ററിൽ ഇടാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ കരയണത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ അയാൾ പറയാ, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, പൈസയെക്കുറിച്ച് എനിക്ക് അതിലല്ല ഞാൻ കരയുന്നത്. ഇത്രയും നാളും ഈ 93 വർഷം നീ എനിക്ക് ദാനമായിട്ട് ഓക്സിജൻ തന്നിരുന്നു, ഞാനതിന് ഒരിക്കലും നിന്നോട് നന്ദി പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ പണം കൊടുത്ത് ഓക്സിജൻ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അറിയുകയാണ്, കർത്താവേ, നീ എന്നോട് എത്ര വലിയ കരുണയാണ് ഈ 93 വർഷം കാണിച്ചത്. സൗജന്യമായി എനിക്ക് ശ്വസിക്കുവാനുള്ള കൃപയും ഓക്സിജനും നീ തന്നു. ഒരിക്കൽ പോലും നിന്നോട് ഞാൻ നന്ദി പറഞ്ഞില്ല. ഇന്നിതാ ഞാൻ പണം കൊടുത്ത് ഓക്സിജൻ വാങ്ങാൻ പോവാണ്. മറ്റയാൾ കരയാം. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. നമ്മളൊക്കെ ചില പ്രശ്നങ്ങളിൽ വന്നു കഴിയുമ്പോൾ അപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ചില പ്രശ്നങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്നത് എന്തിനാണ്? നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. അതിലൊരിക്കലും അഹങ്കരിക്കരുത്, അതിലൊരിക്കലും അഭിമാനിക്കരുത്. എല്ലാ നന്ദിയും ദൈവത്തിന് എപ്പോഴും കൊടുക്കണം. അത് ചില കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയണത്. അപ്പം നമ്മൾ നിരാശരാകുകയാണ്, നമ്മൾ ദുഃഖിതരാകുകയാണ്, നമ്മൾ നഷ്ടധൈര്യരാകുകയാണ്, നമ്മൾ ഭയപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ യഥാർത്ഥത്തിൽ കരയുകയാണ് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ കരയേണ്ടത്? ഇത്രയും നാളും നീ എന്നോട് എത്രമാത്രം കരുണയാണ് കാണിച്ചിരുന്നത് എന്നുള്ള അവബോധത്തിൽ നിന്ന് നമ്മൾ കരയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ആകുലരും ഉത്കണ്ഠരും അസ്വസ്ഥരും ഭയമുള്ളവരും നിരാശരും സങ്കടപ്പെടുന്നവരും പിന്നെ പരിഹാരം കണ്ടെത്താൻ ഓടി നടക്കുന്നവരാകണം. നിങ്ങൾ ഒരിക്കൽ കൂടി 2 കരങ്ങൾ ഉയർത്തുക. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന ഏതവസ്ഥയുണ്ടോ ആ അവസ്ഥയിൽ നിന്നെ വിമോചിപ്പിക്കാൻ ദൈവത്തിന് വളരെ നിസ്സാരമായൊരു കാര്യം മതി. പക്ഷെ കർത്താവ്, നീ നൽകിയ ദാനങ്ങൾ, കൃപകൾ എത്ര വലുതാണ് ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. നിനക്കതിനുള്ള നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ നൽകിയിരുന്നില്ല. എന്നാൽ ഇന്നിതാ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ദുരവസ്ഥകളിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെതായിട്ടൊന്നുമില്ല. യേശു ക്രിസ്തു അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി കുരിശു മരണത്തോളം അവൻ ദൈവത്തിന് വിധേയനായി ജീവിച്ചു. കർത്താവേ, എൻ്റെ അപ്പ, നീയാണ് എനിക്ക് ജീവിതം നൽകിയത്, നീയാണ് എനിക്കെല്ലാം നൽകിയത്, എനിക്കുള്ളതെല്ലാം നിന്റേതാണ് എന്ന് ആ അവബോധത്തിൽ ഇതാ എന്നെ വെല്ലുവിളിക്കുമ്പോഴും എൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുമ്പോഴും ഞാനെല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. അവൻ്റെ ശക്തി അവൻ ഉപയോഗിക്കുന്നില്ല, അവിടുന്ന് എങ്ങനെ പുറത്തു ചാടാതെ വിചാരിക്കുന്നില്ല. എൻ്റെ ദൈവം ഉയർപ്പിക്കും. ആ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്ങൾ, ആകുലതകൾ, ബന്ധനങ്ങൾ അടിയട്ടെ. ജെറൂസലേം പുത്രി, നീ ദുഃഖത്തിന്റെ പീഡനത്തിന്റെ വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിലുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയരട്ടെ, നന്ദി ഉയരട്ടെ, ഹൃദയത്തിൽ നന്ദി ഉയരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ള നിരാശ, ദുഃഖം, ഭയം, ആകുലത ഒക്കെ വിട്ടുപോകും. എല്ലാം തമ്പുരാൻ തന്നതാണ്. എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ദൈവം തന്നതിൽ നിന്ന് പോയിട്ടുള്ളതാണ്.
സാരമില്ല, അത് വീണ്ടും തരാൻ, ഇരട്ടി തരാൻ അവന് സാധിക്കും, അവന് സാധിക്കും എന്ന് ബോധ്യമുള്ളവൻ. എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, നാളെ ഇത് നടക്കുമോ എന്നുള്ള ആകുലതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഇന്ന് ഇതുവരെ എത്തിയത് എന്റെ കഴിവല്ല, എന്റെ തമ്പുരാന്റെ കരുണയാണ്. നാളെ ആ കരുണയിൽ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. I thank you, I praise you, I worship you Lord. Hallelujah, hallelujah. ഉയരട്ടെ, ഉയരട്ടെ, സ്തുതിയുടെ മേലങ്കി ഉയരണം, സ്തുതിയുടെ മേലങ്കി ഉയരട്ടെ. ഹാലെ 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 ഹല്ലേലൂയ. ആ ഭയങ്ങളും നിരാശയും ദുഃഖവും ആകുലയൊക്കെ വിട്ടുപോകുന്നത് വരെ ഒന്ന് സ്തുതിക്കട്ടെ എല്ലാ മക്കളും. ദൈവത്തിന് നന്ദി പറയാം. നീ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ദാനമായിരിക്കേ. മനുഷ്യ, നീ എന്തിന് അഹങ്കരിക്കുന്നു? എനിക്ക് അഹങ്കാരമില്ലാന്ന് ചിലപ്പോൾ നമ്മൾ പറയാം, പക്ഷെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് നിന്നിലെ നിരാശ, നിന്റെ ഭയം, ജീവിതത്തെക്കുറിച്ചുള്ള ആകുലത, ഉത്കണ്ഠ, വ്യഗ്രത, നാട്ടുകാരറിയുമോ എന്നുള്ള അപമാനിക്കപ്പെടുമോ എന്നുള്ള, നാട്ടുകാരറിയുമോ എന്നുള്ള എല്ലാ വ്യഗ്രതയും, ഇതൊക്കെ മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ആ ഭയങ്ങളും ഉത്കണ്ഠയൊക്കെ വരുന്നത് നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്. ദൈവം അനുവദിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവമാണ് എന്നെ നഗ്നനാക്കി കുരിശിൽ കടത്തിയിരിക്കുന്നത്. ദൈവമാണ് ഈ അവസ്ഥയിൽ എന്നെ എത്തിച്ചത്. ആ ദൈവം തന്നെയാണ് എനിക്ക് എല്ലാ അധികാരവും തന്നത്. യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആയതിനാൽ അവിടെ കടന്നുകൊണ്ടും എല്ലാ അവസ്ഥകളിലും അവൻ ദൈവത്തെ നന്ദി പറഞ്ഞു സ്തുതിച്ചു. കാരണം ഇത് നന്മയ്ക്കാണ്, ഇത് ഉപരി നന്മയ്ക്കാണ്. ഇതെന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് ഉപരി നന്മയ്ക്കാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ വളരുവാൻ, കൃപയിൽ വളരുവാൻ, ദൈവിക ജീവനിൽ വളരുവാൻ, ദൈവത്തിന്റെ മഹത്വത്തിൽ വളരുവാൻ അവൻ അനുവദിച്ചതാണിത്. ദൈവിക ജീവനിൽ പങ്കുകാരാകാൻ ദൈവം അനുവദിച്ചതാണ്. അതാണ് നന്മ. ഹാലെ 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 ഹല്ലേലൂയ. വിശ്വാസങ്ങൾ പരീക്ഷിക്കപ്പെടണം. പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ വളരുന്നത്. പരീക്ഷിക്കപ്പെടാത്ത വിശ്വാസം വളരത്തില്ല. അതുകൊണ്ട് ദൈവം ചില ടെസ്റ്റുകൾ അനുവദിച്ചത് നിന്റെ വിശ്വാസത്തിന്റെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. Yes Lord, I thank you, I praise you, I worship you Lord. Hallelujah, 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 hallelujah. അപ്പാ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഇന്നില്ലാത്തതിനെ കുറിച്ച്, നഷ്ടപ്പെട്ടതിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്ഷതമേറ്റതിനെ കുറിച്ച് ഞാൻ ദുഃഖിച്ചു പോയി, ഞാൻ സങ്കടപ്പെട്ടു പോയി. I am sorry. നീ തന്നതല്ലാതെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നീ നൽകിയതല്ലാതെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പരാതി പറയുന്നില്ല, ഞാൻ ദുഃഖിതനാകുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടതിന് ഇരട്ടി തരാൻ നിനക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ ഒരിക്കൽ കൂടി നമുക്ക് ഹൃദയപൂർവ്വം പ്രകീർത്തിക്കാം. ദൈവകരങ്ങളിൽ നിന്ന് എല്ലാം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ചില നഷ്ടങ്ങളോ, ചില വേദനകളോ, ചില പ്രതിസന്ധികളോ, ചില പ്രശ്നങ്ങളോ തമ്പുരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉപരി നന്മയ്ക്കാണ്. Lord, I trust in you. ഇതാണ് കുരിശിലെ പീഡാസഹനം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. അവൾ ഉടനെ ആരെങ്കിലും അടുക്കലേക്ക് ഓടുന്നില്ല. യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി, യേശുവിനെ കുരിശിൽ നിന്ന് നഗ്നത മറയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും തുണിക്കടയിലേക്കൊന്നും ഓടുന്നില്ല. അത് ദൈവം അനുവദിച്ചതാണ്. അത് ഉപരി മഹത്വത്തിനുള്ളതാണ്. അത് ഉപരി മഹത്വത്തിലേക്കുള്ള വഴിയാണ്. ആയതിനാൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കുരിശിൽ നിൽക്കുന്ന യേശുവിനോട് ചേർന്ന്, കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥ പൗലോസിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു പാടാം. ആ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ,
ചേർന്ന് പാടാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, ചേർന്ന് പാടട്ടെ. കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, കൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, നിന്റെ കൃപ മതി എനിക്ക്. മതി മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, വായ തുറന്നൊന്ന് പാടിക്കേ, ഏറ്റു പറഞ്ഞേ. മതി എനിക്ക്, ഹല്ലേലൂയ. നിൻ കൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. കരമുയർത്തുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞാൻ എന്തായിരിക്കുന്നുവോ അതിന്റെ കൃപയാലാണെന്ന് പൗലോസ്ലീഹ ഏറ്റു പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കണം. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, എൻ്റെ സൗന്ദര്യമല്ല, എൻ്റെ കുടുംബ മഹിമയല്ല, എൻ്റെ പ്രാർത്ഥനയല്ല, നിന്റെ കരുണയും കൃപയുമാണ് ഞാൻ എന്തായിരിക്കുന്നു അവിടെ എത്തി നിൽക്കുന്നത്. ആ കൃപ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരിക്കൽ കൂടി തരണമേ, ഒരിക്കൽ കൂടി തരണമേ യാചിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പറഞ്ഞ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഈശോ കേൾക്കട്ടെ. പിതാവ് കേൾക്കത്തക്ക രീതിയിൽ കുരിശിൽ പറഞ്ഞതുപോലെ നമുക്ക് പറയണം, ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ്.
പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളുണ്ട്, പല കുറവുകളുണ്ട്. അത് നികത്താൻ വേണ്ടി നിങ്ങൾ വഴിവിട്ട രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ലോകം പറയുന്നത് പോലെ, ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്നത് പോലെ നമ്മുടെ നഷ്ടങ്ങളും കുറവുകളും നികത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കരുത്. ഏത് വഴിയും ഏത് മാർഗം ഉപയോഗിച്ച് എങ്ങനെയും ഈ പ്രശ്നം പരിഹരിക്കാം. അത് പരിഹരിക്കപ്പെടില്ല. അത് ദൈവം ഇടപെടണം. അതുകൊണ്ട് നമ്മളോട് ദൈവത്തിലേക്ക് വരാൻ പറയാണ്, തമ്പുരാനിലേക്ക് തിരിച്ചു വരാൻ പറയാണ്. നീ ഇങ്ങനെ കമ്പിയുടെ കാരാഗ്രഹത്തിന്റെ കമ്പി ഏതാ വളഞ്ഞിരിക്കുന്നത്, ഏത് കമ്പിക്കാ വിലക്കുറവ് നോക്കി നടക്കണ്ട. അത് ദൈവം അനുവദിച്ചെങ്കിൽ അതെന്റെ നന്മയ്ക്കാണെന്ന് വെച്ച് ശരണപ്പെടണം. ദൈവപരിപാലനയ്ക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. നീ സ്വയം അധ്വാനിക്കുന്ന, നീ സ്വയം പ്രയത്നിക്കുന്ന ആ പരിപാടി നിർത്തി 2 കരങ്ങൾ ഉയർത്തി ആ കൃപയ്ക്ക് വേണ്ടി ചോദിക്കണം. നിന്റെ കൃപ കല്ലറയിൽ 3-ാം ദിവസം യേശുവിനെ ഉയർപ്പിച്ച ആ കൃപ, the power of the Holy Spirit, that is what I need, Lord. ഈ കൃപ ലഭിക്കാൻ നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ലോക അരൂപിയെ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, പാപത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ കൃപ വരിക. അതുകൊണ്ട് അതിനുള്ള ഗ്രേസ് കൂടി ചോദിക്കണം. ഒരു വശത്ത് ലോകത്തിലെ മാന്തിക്കൊണ്ട് മറുവശത്ത് കൃപ തരണമെന്ന് ചോദിച്ചാൽ ശരിയാവില്ല. ലോകത്തിൽ നിന്റെ ഹൃദയത്തെ പിൻവലിക്കണം, ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം. യേശുവേ, ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോട് എതിർത്തിടുവാൻ, തിരുകൃപ മതി എനിക്ക്. ഒരിക്കൽ കൂടെ ലോകത്തെ ശത്രുവോട് എതിർത്തിടുവാൻ, തിരുകൃപ മതി എനിക്ക്. ഹൃദയപൂർവ്വം ഒച്ചത്തിൽ പാടിക്കേ. ഈശോ കേൾക്കട്ടെ, ഈശോ കേൾക്കട്ടെ. അതുപോലെ പാടണം, ആർക്കാന് വേണ്ടി പാടരുത്. Oh, we give you glory. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഏതെങ്കിലും ഒരു അവസ്ഥ ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മളെ ദുഃഖിതരാക്കാനും നിരാശരാക്കാനല്ല. ദൈവം അത് തിരിച്ചു തരും, നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ തരും. പക്ഷേ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ വരണം. ഈ ഉയർപ്പ് എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത് വന്നു. അവൻ കുരിശിലെ ബലിയിലൂടെ ദൈവത്തിന്റെ പദ്ധതിയായ കർത്താവും ദൈവവുമായിട്ട് അവൻ രൂപാന്തരപ്പെടുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തില്
ഒരു രൂപാന്തരീകരണം നടക്കേണ്ടതുണ്ട്. എന്താണ് ആ രൂപാന്തരീകരണം? ക്രിസ്തുവിൻ്റെ, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ വളരണം. അവൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകണം. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. ആ ലക്ഷ്യം നമുക്കുണ്ടാകണം. ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് നമ്മൾ ലോകത്തെ വെറുക്കണം, പാപത്തെ ഉപേക്ഷിക്കണം. അപ്പോഴാണ് ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു തരുന്നത്. ധൂർത്തപുത്രനെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയ എപ്പോഴാണ്? ആ പുത്രൻ എന്ന മഹത്വം, ആ സ്ഥാനം തിരിച്ചെടുക്കാൻ അവൻ തയ്യാറായതുകൊണ്ടാണ്. അതാണ് നമ്മളെല്ലാം നഷ്ടപ്പെടുത്തിയവരാണ്. ദൈവത്തിന്റെ പുത്രസ്ഥാനം തിരസ്കരിച്ച് പിതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് ഈ ലോകത്തിന്റെ മക്കളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉത്ഥാനമില്ല. അങ്ങനെയുള്ളവർക്ക് ഉത്ഥാനമില്ല. അവരുടെ ജീവിതം ഇതോടെ തീർന്നു പോകും. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, ആ വിശുദ്ധിയിൽ പങ്കുകാരാകുവാൻ താല്പര്യപ്പെടുന്നവരുടെ ജീവിതത്തില് ഏത് നഷ്ടങ്ങളും നമ്പരാൻ നമുക്ക് നികത്തിത്തരും. അതുകൊണ്ട് ആ ലക്ഷ്യം മറന്നിട്ട് നമുക്ക് ഉത്ഥാനമില്ല. ഉത്ഥാനം എന്ന് പറയുന്നത് വെറുതെ രോഗത്തിൽ നിന്ന്, കടത്തിൽ നിന്ന്, നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് മാറ്റുന്ന പരിപാടിയല്ല ഉത്ഥാനം. ഉത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മഹത്വത്തിൽ പങ്കുചേരുകയാണ്. ആ ഒരു ആഗ്രഹത്തോടെ നമുക്കൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യനായ അവതാരം ചെയ്ത ദൈവം യേശു കർത്താവും ദൈവവുമായി രൂപാന്തരപ്പെടണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ആ വഴി കുരിശിന്റെ വഴിയാണ്, അത് സഹനത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് നമ്മളിലേക്കും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരണം. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ ബിസിനസിന്റെ പേരില്, കുടുംബത്തിന്റെ പേരില്, നമ്മുടെ സൗന്ദര്യത്തിന്റെ പേരില്, നമ്മുടെ കഴിവിന്റെ പേരില്, നമ്മുടെ ഡിഗ്രിയുടെ പേരില്, നമ്മളുള്ള വീട്ടിലെ പറമ്പിന്റെ ഏക്കറിന്റെ പേരിൽ, സ്വർണത്തിന്റെ അളവിന്റെ പേരിലൊക്കെയാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത്. ആ അറിവ് നിനക്കൊരു ഗുണം ചെയ്യില്ല. നീ അറിയപ്പെടേണ്ടത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, പുത്രി. That is your identity. അതാണ് നിന്നെ അറിയപ്പെടേണ്ടത്. അതിലാണ് നീ അഭിമാനിക്കേണ്ടത്. അതിലാണ് നീ സന്തോഷിക്കേണ്ടത്. അതിലേക്ക് സന്തോഷിക്കാൻ തിരിച്ചു വരണം. അത് തിരിച്ചു വരുമ്പോ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. വേറെ എല്ലാം ഉരിഞ്ഞു കളയണം. ബാക്കിയെല്ലാം ഉരിഞ്ഞു കളയണം. ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. Lord, have mercy on me. Have mercy on me, Lord. Hallelujah. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തീർപ്പാൻ തിരുകൃപ മതി എനിക്ക്. ഒന്നുകൂടി പാടാം. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. I love you, Lord. നിൻ കൃപ മതി എനിക്ക്. I trust in you. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഒരിക്കൽ കൂടെ നാഥാ നീ മതി യേശുവേ, നിൻ കൃപ മതി എനിക്ക്. ഹല്ലേലൂയ. നാഥാ നീ മതി എനിക്ക്. യേശുവേ, ഈ മരു
grace is enough, my Lord. തിരുകൃപ മതി എനിക്ക്. Hallelujah, hallelujah. ചോദിക്കണം, ദൈവത്തോട് ചോദിക്കേണ്ടത് സ്വർണവും പണവുമല്ല. ദൈവത്തോട് ചോദിക്കേണ്ടത് കൃപയാണ്. ദൈവകൃപയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നതെന്നുള്ള അവബോധത്തിൽ ആ കൃപ ചോദിക്കുക. ഹല്ലേലൂയ. പൗലോസ്ലീഹ ഒരു വലിയ ആത്മീയ സത്യം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഞാൻ ഇന്നെന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഞാൻ മറ്റെല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ ഞാനല്ല, എന്നിലെ ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. പൗലോസ് മറ്റ് സ്ലീഹന്മാരെ അപ്പോസ്തലന്മാരെക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തവർ നമുക്കറിയാം. എന്തോരം ലേഖനങ്ങൾ എഴുതിയിരിക്കണം. പൗലോസിൻ്റെ ലേഖനങ്ങളാണ് ഏറ്റവും കൂടുതൽ സഭയിൽ എല്ലാം കിട്ടിയതാണ്. അതുകൊണ്ട് പൗലോസ് ഒരിക്കലും മറ്റുള്ളവരെ താഴ്ത്തി കാണുന്നില്ല. പത്രോസിനെയോ മറ്റ് സ്ലീഹന്മാരെയോ ഒന്നും തന്നെക്കാൾ താഴ്ന്നവരായി കാണുന്നില്ല എന്ന് മാത്രമല്ല, പത്രോസിന് വിധേയപ്പെട്ടാണ് പൗലോസ്ലീഹ പോകുന്നത്. He is the head of the church. പത്രോസിൻ്റെ കാഴ്ചപ്പാടുകളും ഉപദേശങ്ങളും അനുസരിച്ചാണ് പൗലോസ്ലീഹ മുമ്പോട്ട് പോകുന്നത്. പൗലോസ്ലീഹ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ട്. ഒത്തിരി വെളിപ്പെടുത്തൽ കിട്ടിയവനാണ്. അപ്പം എന്നിട്ടും ആ എളിമ, 2, ആരെയും കുറ്റം പറയുന്നില്ല. പണിയെടുക്കാത്തവരെ കുറ്റം പറയത്തില്ല. ഞാൻ കുറേ ഓടി, ഞാനാണ് കുറേ അധ്വാനിക്കുന്നത്, നിങ്ങളൊക്കെ വെറുതെ പണിയെടുക്കാണ്ടിരിക്കുക എന്നുള്ള ആരെയും പറയുന്നില്ല. കാരണം ഞാൻ കുറേ ഓടുന്നുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് പണി ചെയ്യാത്തവരെക്കുറിച്ച് നീരസവും അമർഷവും ഉണ്ടാകണ്ട എന്ന് വെച്ച് മടിയന്മാരെ ശാസിക്കരുതെന്നല്ല. പക്ഷെ നമ്മൾ മറ്റൊരു കുറ്റപ്പെടുത്തുക, ഇകഴ്ത്തുക, കഴിവില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകരുത്. ദൈവത്തിൻ്റെ കൃപയാണ് ഇത് മുഴുവനെന്നുള്ള തിരിച്ചറിവ്. 2, പരാതി പറയരുത്. വീട്ടിലെന്തെങ്കിലും പണി ചെയ്തിട്ട് ഞാനാണെല്ലാം ചെയ്യുന്നത്, എല്ലാം എൻ്റെ തലയിലാണ് എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ നിരാകരിക്കുക. ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരെങ്കിലും ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാനുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്തോണം അവർക്ക് അറിഞ്ഞുകൂടാ, അവർക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ അവരുടെ മേൽ നിൻ്റെ കൃപ ചൊരിയുക. ഇന്ന് എനിക്കിതെല്ലാം സാധിക്കുന്നത് നിൻ്റെ കൃപയാണ് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള മക്കളുടെ കുറവുകൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടവരാണ്. അല്ലാണ്ട് അതിനെ കുറ്റം പറഞ്ഞ്, അതിനെ മറ്റുള്ളവരോട് പറഞ്ഞ്, അവരെ ഗഴ്ത്തി കാട്ടി, അവരെ ശാസിച്ച് നശിപ്പിക്കുകയല്ല വേണ്ടത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ മനോഭാവങ്ങളൊന്ന് മാറ്റണമെന്ന് കർത്താവ് പറയാണ്. നമ്മളും ഇതുപോലെ എന്തിലൊക്കെയോ അഭിമാനിക്കുന്നവരാണ്, എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ. ഇല്ലാത്തവനെ കാണുമ്പോൾ ഒരു പുച്ഛം, അല്ലെങ്കിൽ അവനോടൊരു അവജ്ഞ, അവനോടൊരു പരിഹാസം, ഈ മനോഭാവങ്ങളൊക്കെ മാറ്റാൻ പറയുകയാണ്. 2, പരാതി പറയുന്നുണ്ടോ? ഞാൻ എന്തോ കൂടുതൽ ചെയ്യുന്നവനാണ് കർത്താവെ, ബാക്കിയെല്ലാവരെക്കാളും കൂടുതൽ ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, അവരൊന്നും പണിയെടുക്കുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല, എല്ലാം എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാനാണ് അങ്ങനൊരു മനോഭാവം ഉണ്ടെങ്കിൽ നീ തോറ്റു. അവിടെയാണ് നിൻ്റെ പരാജയം. 3, നമ്മളാരും പരാതി പരിഭവം പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശമില്ല. ചില കുറവുള്ളവരെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും, നമ്മുടെ കൂടെ നിർത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാർത്ഥിക്കണം. എല്ലാ വിശുദ്ധാത്മാക്കളും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ കുറവുള്ള മനുഷ്യരുടെ കുറവുകൾ ദൈവം കാണിച്ചു തരുമ്പോൾ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താനല്ല പോകേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഇതിനെല്ലാം ഓർത്തൊന്ന് സ്തുതിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ മനോഭാവങ്ങളൊന്ന് മാറ്റണം. അവിടെ ദൈവത്തിൻ്റെ കൃപ കടന്നു വരികയുള്ളൂ.
അവിടെ നമ്മൾ ഏറ്റു പറയുകയാണ്, യെസ് ലോർഡ്, ഇറ്റ് ഈസ് യുവർ ഗ്രേസ്, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഐ ബിലീവ്. ആ പരിശുദ്ധാത്മ ഒരിക്കൽ കൂടി വന്നാൽ എൻ്റെ കാര്യങ്ങൾ ശരിയാവും. ആ പരിശുദ്ധാത്മ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ചെങ്കടൽ വിഭജിക്കപ്പെടും. ആ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ കാരാഗ്രഹ വാതിൽ തുറക്കപ്പെടും. ആ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ ലാസറിന്റെ ചീഞ്ഞളുടെ ശരീരം ഉയർപ്പിക്കപ്പെടും. ആ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം വീഞ്ഞായി മാറും. ആ പരിശുദ്ധാത്മ വന്ന് 5,000 പേർക്ക് ഭക്ഷണത്തിനുള്ളതായിട്ട് മാറും. ആ പരിശുദ്ധാത്മ വന്ന് തളർവാദങ്ങൾ മാറി നടക്കാൻ സാധിക്കും. യെസ്, ദാറ്റ് ഈസ് ഓൾ ഐ നീഡ്, ദാറ്റ് ഈസ് ഓൾ ഐ നീഡ് ലോർഡ്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെക്കാളും മെച്ചമാണെന്ന് പറയുന്നില്ല, ആരെയും പരിഹസിക്കുന്നില്ല, ആരെയും താഴ്ത്തി കാണുന്നില്ല. എല്ലാം നിന്റെ കൃപ. ഇല്ലാത്തവനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവനെ ഞാൻ സഹായിക്കുന്നു, അവന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഹാലെ 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 ഹല്ലേലൂയ 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 ലാ ബാലാ 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 ബാ ഓ ശനറാ ബാലാ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. അതെ, നോട്ട് ബൈ പവർ, നോട്ട് ബൈ മൈറ്റ്, ബട്ട് മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ്. കരബലത്താലല്ല, സൈന്യബലത്താലല്ല, എൻ്റെ ആത്മാവിനാൽ. യെസ്, we need to submit ourselves to the power of the Holy Spirit. പരിശുദ്ധാത്മ ഇറങ്ങി വരട്ടെ. എളിമയുള്ള വിനയമുള്ള ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുള്ളൂ. എളിമത്തിന്റെ അരുവി ഒഴുകണം. താണ നിലത്തേക്ക് അരുവി ഒഴുകുള്ളൂ. എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കണം. കൃപ, പരിശുദ്ധാത്മ ശക്തി എനിക്ക് വേണം കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ദൈവാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൈകളടിച്ച് നമുക്ക് ആത്മാവിന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ ദാഹത്തോടെ ചോദിക്കണം, വലിയ ദാഹത്തോടെ. ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു. കരങ്ങളോ ഉയർത്തിയടിച്ച് ദാഹത്തോടെ ചോദിക്കുന്നവർക്കെല്ലാം ലഭിക്കും, ചോദിക്കുന്നവർക്കെല്ലാം ലഭിക്കും. Power, power, power of the Holy Spirit. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൻ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരമുയർത്തി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൻ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരമുയർത്തി. നിറയണമേ നിറയണമേ നിറയട്ടെ നിറയട്ടെ ആത്മാവേ. ദാഹത്തോടെ ചോദിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്നു കൊടുക്കുക, തുറന്നു കൊടുക്കുക. ഹാലെ 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 ഹല്ലേലൂയ. ആത്മാവ് കടന്നു വരട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, തളർവാദങ്ങളുടെ രോഗപീഠകൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. വലിയ അഭിഷേകം, വലിയ അഭിഷേകം കടന്നു വരുന്ന സമയമാണ്. വായ തുറന്ന് സ്തുതിക്കട്ടെ, തുറന്ന് സ്തുതിക്കട്ടെ. അത്ഭുതങ്ങൾ 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 നടക്കും. ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കെട്ടുകൾ അഴിയട്ടെ,
ബന്ധനങ്ങൾ അഴിയട്ടെ, ജെറിക്കോ കോട്ടകൾ തകരട്ടെ, കാരാര വാതിൽ തുറക്കപ്പെടട്ടെ, സിംഹത്തിന്റെ വായകൾ മൂടപ്പെടട്ടെ. അനേകര കെട്ടുകൾ കർത്താവ് അഴിക്കുകയാണ്, അനേകര ബന്ധനങ്ങൾ കർത്താവ് അഴിക്കുകയാണ്. ഈ നിമിഷങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പാപത്തിന്റെ കെട്ടുകൾ അപ്രത്യക്ഷമാകും, പാപത്തിന്റെ ബന്ധനങ്ങൾ അപ്രത്യക്ഷമാകും. രോഗപീഠകളെ വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ. റിസ്റ്റോറേഷൻ ഇൻ ഹെൽത്ത്, ഓ റിസ്റ്റോറേഷൻ ഇൻ വെൽത്ത്. നിരാശ വിട്ടുപോകുന്നു, ഭയങ്ങളാകുക വിട്ടുപോകുന്നു. വലിയ പ്രത്യാശ, വലിയ സന്തോഷം. യേശുവേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ യേശുനാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ഒന്ന് സ്തുതിച്ചേ. ആരെയൊക്കെ മേലില്, ഏതെല്ലാം പ്രശ്നങ്ങളുടെ മേലില് ആത്മാവ് വരണമെന്ന് ആഗ്രഹിച്ചോ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരുടെയൊക്കെ ജീവിതത്തിൽ, ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ പ്രശ്നങ്ങളിൽ you want the power of the Holy Spirit, അത് സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഓ അപ്പാ, താങ്ക് യു, താങ്ക് യു. തലതിരിഞ്ഞ മനസ്സുകള്, ദൈവത്തിൽ അകർന്ന് ജീവിക്കുന്ന ജീവിതങ്ങള്, അവരെല്ലാം സമർപ്പിക്കുക. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികൾ നടക്കുന്നവര് നമ്മുടെ കുടുംബത്തിലുണ്ട്, അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ബന്ധനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കെട്ടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗപീഠകള്, രോഗവേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വരട്ടെ, ജീവനുണ്ടാവട്ടെ, 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 സമൃദ്ധമായി ജീവനുണ്ടാവട്ടെ. Oh, let your promise, let your promise fall upon your people, Lord. പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത പരിശുദ്ധാത്മാവാൽ നിറയും നിങ്ങൾ. യെശയ്യായും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത പരിശുദ്ധാത്മാവാൽ നിറയും നിറയണമേ. ദാഹത്തോടെ, ദാഹത്തോടെ ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ വാഗ്ദാനമേ, യേശുവിന്റെ പിളർക്കപ്പെട്ട ചങ്കൽ നടുകണ്ണ രൂപിയേ, നിന്റെ ദാസരിൽ വരണമേ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ജെറിക്കോ കോട്ടകൾ തകരട്ടെ, ചെങ്കടൽ വിഭജിക്കപ്പെടട്ടെ, ശൂന്യമായ കൽഭരികള് വലിയ വീഞ്ഞായി നിറയട്ടെ. 5 അപ്പങ്ങള് പെരുകട്ടെ, പെരുകട്ടെ. 12 കട്ടകൾ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ
ആത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെ കാരുണ്യത്താൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവര് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല 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 ശുദ്ധല ബലകാരി, ശുദ്ധല കലകാരി അലബ, കലകാരി അലബലിയ, ശുദ്ധല കാരി അലിയ കരി, ബലലലല ബരി. വിട്ടുപോട്ടെ, തിന്മയുടെ കോട്ടകള് തകരട്ടെ, സ്വാധീനങ്ങൾ വിട്ടുപോട്ടെ, ദൈവമക്കളെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മക്കളിലേക്കെല്ലാം കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. വലിയ മാറ്റങ്ങൾ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ ദൈവമക്കളുടെ ജീവിതത്തില്, മക്കളുടെ ജീവിതത്തില്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തില്, നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ കൃപ നിന്റെ പ്രാർത്ഥന വഴി അവരുടെ ജീവിതത്തിലുണ്ടാവും, അവരുടെ ജീവിതത്തിലുണ്ടാവും. ഹാലെ 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 ഊരിയറാ വാലാ 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 വാലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ച് ഉത്ഥാനത്തിൻ്റെ മഹിമയിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ വലിയ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ ഉത്ഥാന അനുഭവം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രാർത്ഥനകളും സമർപ്പണം വഴിയാണ് അതിലേക്ക് വരിക. ഈ നോയമ്പും ഒരുക്കമൊക്കെ അതിലേക്ക് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടാവും. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച സമയത്ത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഈ ഈസ്റ്റർ വലിയ ഒരു വിടുതലിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് മേ ബി ദാറ്റ് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ഡേ, അടുത്ത നാളുകളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ ഇതുണ്ടാകണമെന്നുണ്ടെങ്കിൽ പൗലോസ് ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കണം. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. അപ്പം ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, അതിനെ വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ക്രിസ്തുവിനോട് നിങ്ങൾ ഉയർപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇന്നായിരിക്കുന്ന എല്ലാ ദുരവസ്ഥകളിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെടുവാനും വിമോചിക്കപ്പെടാനും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളൊരു കാര്യം ക്ലിയർ ആകണം. നമ്മുടെ ഹൃദയം ഈ ലോകത്തിലും ലോകവസ്തുക്കളിലും കൊണ്ടുപോയി വെക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ആരാണ്? ഈശോ, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എന്താണ് സത്യം എന്നൊക്കെ പറയാമെങ്കിൽ ഞാൻ നിന്നെ തുറന്നു വിടാം. ഈശോ പറയാണ്, ഞാൻ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവനല്ല. എൻ്റെ ലോകം വേറൊരു ലോകമാണ്. ഐ ഡു നോട്ട് ബിലോങ് ടു ദിസ് വേൾഡ്. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യാപാര ഇടപാടുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ മഹിമ, ഉത്ഥാനത്തിൻ്റെ ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ശ്രദ്ധിക്കുക എന്ന് ബൈബിള് നമ്മളോട് പറയാം. കേൾക്കുക, ശ്രദ്ധിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സൗകര്യമുള്ളവൻ കേട്ടാൽ മതി എന്നല്ല. പറയുന്ന കാര്യങ്ങൾ കേട്ട് പ്രാവർത്തികമാക്കുക.
എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈശോ പറയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് ചെവിയൊന്നുമില്ല, എനിക്ക് ഇന്ന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ ഇത് ചെയ്യാം, അങ്ങനെ സൗകര്യമുള്ളപ്പോൾ ചെയ്യാമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നീ കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഭൂമിയിലുള്ള വസ്തുക്കളല്ല, പ്രത്യേക ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാ കാര്യം, നമ്മുടെ ബുദ്ധി, മനസ്സ്, ഇച്ഛാശക്തി, ഇതെല്ലാം നമ്മൾ സ്വർഗീയ കാര്യങ്ങളിലേക്ക് തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കതിനൊന്നും പറ്റില്ല. എനിക്കിങ്ങനെ ഈ ലോകത്തിലെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്, അതിൻ്റെ ഒപ്പം എനിക്ക് ഉത്ഥാനം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഈശോ നമുക്ക് വലിയൊരു മാതൃക കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് മനുഷ്യാവതാരം ചെയ്തവൻ പറയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും പിതാവിൻ്റെ അടുത്തെത്താൻ പറ്റില്ല. അപ്പം അവൻ വഴിയാന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഒരു മനുഷ്യൻ, പരിപൂർണനായ മനുഷ്യൻ, സത്യത്തിൻ്റെ പൂർണ്ണത, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, അവൻ്റെ ജീവിതം എന്തായിരിക്കണം, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവൻ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടേണ്ടതെല്ലാം യേശു നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അത് കാണിച്ചു തരുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ വലിയ സന്തോഷവും പരിപൂർണ്ണ സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്ന് വെച്ച് നമ്മൾ ഈ ലോകത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം ഒരു കാര്യം വളരെ ക്ലിയറാണ്, യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ശിഷ്യന്മാരെല്ലാവരും ഈ പറഞ്ഞ അവസ്ഥകളിൽ നിന്നെല്ലാം ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ്, അവരെല്ലാവരും യേശുവിനോടൊപ്പം ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുന്നവരാണ്. മൂന്നാമത്തെ വചനം പറയാണ്, മൂന്നാമത്തെ വചനം, എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ്. അവൻ്റെ മഹത്വമാർന്ന പ്രത്യക്ഷപ്പെടലിന് വേണ്ടി ആകാംക്ഷയോടെ, വലിയ തീക്ഷ്ണതയോടെ കാത്തിരിക്കുന്നൊരു സമൂഹമാണ് നമ്മൾ. ഹല്ലേലൂയ. അവൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുകയും ഈ ലോകത്തെ ഒരുക്കേണ്ടവരാണ് നമ്മൾ. ദിസ് ഈസ് ദ ഫൈനൽ ഇവാഞ്ചലൈസേഷൻ. വലിയൊരു തസ്റ്റിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സമയമാണ്. അപ്പോഴും ഞാനിങ്ങനെ ഈ ലോകത്തിൽ ഇനിയും എന്തൊക്കെ നേടാം, എന്തൊക്കെ സമ്പാദിക്കാം, ഇനി എന്തൊക്കെ ആർജിക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നവനും ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിരാശയും കഴിയുന്നവനാണെങ്കിൽ നമുക്ക് ഉദ്ധാനമില്ല. ദാറ്റ് ഷോസ് യുവർ ഹാർട്ട് ഈസ് നോട്ട് ഇൻ ഹെവൻ, യുവർ ഹാർട്ട് ഈസ് സ്റ്റിൽ ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ ശ്രദ്ധിക്കും, അന്വേഷിക്കുകയും ഭൂമിയിലുള്ള വസ്തുക്കളില്ല, പ്രത്യേക ഉന്നതത്തിലുള്ള ശ്രദ്ധിക്കുമെന്ന് വചനം നമ്മളോട് പറയാം. അപ്പം ഈ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ്റെ ഹൃദയം സ്വർഗത്തിലും അവൻ്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിച്ച് ജീവിക്കേണ്ടവനാണ്. അപ്പം നമ്മുടെ ഹൃദയം സ്വർഗത്തിലായിരിക്കണം, സ്വർഗീയ കാര്യങ്ങളിലായിരിക്കണം. അവൻ്റെ മഹത്വപൂർണ്ണമായിരുന്ന രണ്ടാമത്തെ വരവിന് വേണ്ടി വലിയ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ, ഇങ്ങനൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിന്നായിരിക്കുന്ന അവസ്ഥകളും നമ്മളെ വിമോചിപ്പിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ ഈ ലോകത്തിനടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ വ്യഗ്രചിത്തനായി ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇനി എന്തെല്ലാം നേടാമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഉത്ഥാന അനുഭവമില്ല. അതുകൊണ്ട് ഈ ഒരു മേഖല നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെട്ടത്? ഈശോ ഉയർപ്പിക്കപ്പെട്ടത് ഈശോയുടെ യാതൊരു കഴിവുകൊണ്ടല്ല. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിച്ചില്ല. അതിൻ്റെ അർത്ഥം അവൻ്റെ ദൈവിക ശക്തിയിൽ ഒരിക്കലും അവൻ ആശ്രയിച്ചിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളും നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവിലും ബുദ്ധിയിലും ആശ്രയിക്കരുത്. ഓക്കെ, കഴിവും ബുദ്ധിയൊക്കെ നല്ലതാണ്, പക്ഷെ അതിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിലും ശക്തിയിലുമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അവൻ ദൈവമായിരുന്നിട്ട് പോലും
ഈ കഠോരമായ പീഡനങ്ങളുടെയും ഈ അപമാനത്തിലൂടെയും നിന്ദനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവന് തൻ്റെ ശക്തിയും തൻ്റെ കഴിവൊന്നും ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിൽ നിന്ന് മോചിക്കപ്പെടാനോ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ടോട്ടലി കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ഇൻ ഹിസ് ഹെവൻലി ഫാദർ. ദൈവത്തിൻ്റെ ശക്തിയിലാണ് അവൻ ആശ്രയം. ആ ആശ്രയം നമ്മൾക്കും ഉണ്ടാകണം. ഇവിടെയാണ് പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വശത്ത് ദൈവമേ ദൈവമെന്ന് വിളിക്കുമ്പോഴും ഈ കുരിശിന്ന് ഏതെങ്കിലും ആണി ഇളകി പോരുമോ, എല്ലാ സാധ്യതയുണ്ടോ എന്നൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. യേശുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, യേശു തന്നെ സ്വമേധയാ ആ കുരിശിൽ തന്നെ സമർപ്പിച്ചു എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം ദൈവം അനുവദിച്ച ആ പീഡാസഹനങ്ങൾ അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉത്ഥാനത്തിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അതാണ്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളിതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറുക്ക് വഴികൾ അന്വേഷിക്കുന്നില്ല എന്ന് വെച്ച് സ്വാഭാവികമായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നല്ല കർത്താവ് പറയണത്. പക്ഷേ അതിസ്വാഭാവികമായ കുറുക്ക് വഴികൾ, ഏതെങ്കിലും ഈ ലോകം പറയുന്ന തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത്. ഒരു രോഗമുണ്ട്, ആ രോഗം മാറാനായിട്ട് നമ്മൾ പറയാം ഇന്ന പോലെ ഒരു പൂജ നടത്തിയാൽ, അല്ലെങ്കിൽ ഇന്ന പോലത്തെ ഒരു ഒറ്റമൂലി ചികിത്സയുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഹാരം കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പുറകെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ യാതൊരു പരിചയം നടക്കില്ല. സ്വാഭാവികമായൊരു ഡോക്ടറെ കാണുന്നു, ഡോക്ടർ ചില മരുന്ന് തരാൻ എഴുതി തരുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്, അത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ ഓടി നടക്കും. അവിടെ ചെന്നാൽ അത് കിട്ടും, ഇവിടെ ചെന്നാൽ ഇത് കിട്ടും, ഇങ്ങനെ പറഞ്ഞ് ഇതിനെയൊക്കെ പുറകെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഈ ഓടി നടക്കുന്നത് എന്താണ്? ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നില്ല എന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉടനെ നമ്മളെന്താണ്, ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ബോംബെ പോകുന്നു, അവിടെ ചെല്ലുന്നു, അയാളെ കാണുന്നു, ഇയാളെ കാണുന്നു, അവരുമായിട്ട് സന്ധി ഉണ്ടാക്കുന്നു. ഇങ്ങനെ നോക്കേണ്ട കാര്യം. നിനക്ക് ബാങ്കിൽ ലോൺ കിട്ടുമോ? ഇല്ല. ഇനി ബാങ്കുകാരും എനിക്ക് ലോൺ തരാൻ സാധ്യതയില്ല, കാരണം എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, then I will wait upon the Lord. I will trust in the Lord. ഞാൻ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ വലിയ വിശ്വാസത്തോടെ കാത്തിരിക്കുക. അപ്പം ഇങ്ങനെ ശരണപ്പെടുക. അപ്പം ഇന്ന് നമ്മുടെ ചെറുതും വലുതുമായ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഈശോ ദൈവമായിരുന്നിട്ടും അവൻ തൻ്റെ ദൈവിക ശക്തിയിൽ ആശ്രയിക്കാതെ, പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ്ലീഹ അവിടെ കിടന്നിട്ട് സർക്കസ് ഒന്നും കളിക്കുന്നില്ല. പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ കിടന്നിട്ട് തൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ചിട്ട് തൻ്റെ പുത്രൻ്റെ നഗ്നത മറയ്ക്കാനൊന്നും മാതാവ് പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അത് ദൈവം മറച്ചുള്ളൂ, അത് ദൈവത്തിന് ഏൽപ്പിക്കുക. ഇങ്ങനെ നമ്മൾ ദൈവത്തിൽ ശരണപ്പെടണം. ഇതൊരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ല, ഇതൊരു പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിൽ. ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുക. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട്. ഇതിൻ്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുക. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളാരും ഒരു മുറി കയറിയിരുന്ന കഥ കടച്ചിട്ട് മേലോട്ട് ചെയ്യുന്ന പരിപാടിയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തിക്കാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരുന്നുകൊണ്ട്, തമ്പുരാൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ കിടന്നിട്ടാണ് പൗലോസ്ലീഹ ഈ ലേഖനങ്ങൾ മുഴുവൻ എഴുതുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? സഭയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ കാരാഗ്രഹത്തിലാണ്, എന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ മണിയൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പരിഭവപ്പെട്ട് കിടക്കുകയില്ല. അപ്പോഴും ഹീസ് ഓൺ ദ സെർച്ച് ഓഫ് സാൽവേഷൻ ഓഫ് സോൾ. അവൻ സുവിശേഷ വേലയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ഇതേപോലെ പലവിധ പ്രശ്നത്തിൽ കിടക്കുന്ന മക്കളുടെ രക്ഷയ്ക്കായിട്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പലരും എന്താ വെച്ചാൽ ഒരു പ്രശ്നം വന്നു, ആ
ഞാനൊരു മുറിക്കകത്ത് കയറിയിരിക്കുന്നു, ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥന, 500 എത്രയെന്നുള്ള മാതാവ്, 10,000 വിശ്വാസ പ്രമാണം, 50,000 കുരിശിൻ്റെ വഴി, അതവിടെ കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഈ പൗലോസ്ലീഹയൊക്കെ നമ്മൾ കിടക്കുമ്പോഴും ഈശോ കുരിശിൽ കിടക്കുമ്പോൾ എന്നെ പിടിച്ച് കുരിശിൽ കയറ്റി കിടന്നു, അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ കിടക്കുകയാണ്, ദൈവം വഴിപ്പ് കൊടുക്കട്ടില്ല. കുരിശിൽ കിടന്നുകൊണ്ടും അവൻ വലതുവശത്തെ കള്ളൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ് ഓൺ ദ സാൽവേഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ നീഡ്. നിങ്ങൾക്ക് ഈ ഉദ്ധാന അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, മറ്റുള്ളവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് പണിയെടുക്കുന്നെന്ന് ആത്മശോധന ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഒരു പണിയില്ല. അങ്ങനെ പണിയെടുക്കാതെ നമുക്ക് ഉദ്ധാനത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാണ്, എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു ദുരിതമുണ്ട്, ഞാൻ കാരാഗൃഹത്തിലാണ്, ഞാൻ കുരിശിലാണ്, ഞാൻ വലിയ പീഡയിലാണ്, ഞാൻ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ പ്രശ്നമെല്ലാം മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ കുറേ ലേഖനങ്ങളൊക്കെ എഴുതും, ഞാൻ കുറേ സുവിശേഷ വേലയൊക്കെ ചെയ്യും. അങ്ങനെയല്ല. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും നിന്നിലൂടെ ഈ സുവിശേഷം പ്രഘോഷിക്കാനും ഈ സുവിശേഷനെ അധ്വാനിക്കാനും ഈ സുവിശേഷത്തിന് വേണ്ടി നൽകുവാനും ദൈവം വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സറേഫത്തിലൊരു വിധവയുണ്ടായിരുന്നു. വലിയ ക്ഷാമത്തിലൂടെ കടന്നു പോകുന്ന വിധവയാണ്. ആ ദേശം മുഴുവൻ ഏലിയ പ്രവാചകന് പ്രാർത്ഥന പ്രാർത്ഥിച്ചോടെ അവിടെ മുഴുവൻ ക്ഷാമമായി. അങ്ങനെ കിടക്കുമ്പോഴും ഏലിയായ്ക്ക് ഭക്ഷണമില്ല, ഏലിയായ്ക്ക് വെള്ളമില്ല. അപ്പോൾ ഏലിയ കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവ് പറയാം, ഞാൻ നിനക്ക് വേണ്ടി ഒരു വിധവയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സറേഫത്തിലൊരു വിധവയാണ്. ആ വിധവയുടെ അടുത്തേക്ക് പോവുക, അവിടെ നിനക്ക് വേണ്ടതല്ലേ ഞാൻ ഒരുക്കി തന്നോളാം. അങ്ങനെ ഏലിയ വലിയ പ്രത്യാശയോടെ ആ സറേഫത്തിലെ വിധവയുടെ അടുത്ത് ചെല്ലുക. അവിടെ ചെല്ലുവാൻ പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് ഇത്തിരി വെള്ളം വേണം, മാത്രമല്ല 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഒരപ്പം ഉണ്ടാക്കിത്തരണം. അപ്പോൾ ആ സ്ത്രീ പറയാണ്, എൻ്റെ പ്രവാചക, എനിക്കും എൻ്റെ കുഞ്ഞിനും കഴിക്കാൻ മാത്രമുള്ള അപ്പം ഇതിൻ്റെ അകത്ത് ഉള്ളൂ. ഇന്നത്തെ 2 അപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാൻ അപ്പമില്ല, അത് നാളെ ഞങ്ങൾ മരിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഇന്ന് അത് തന്ന ഇന്ന് ഞങ്ങൾ മരിച്ചു, നാളത്തേക്കാണ് മരിക്കാതിരിക്കുന്നത്, പക്ഷെ ഇന്ന് മരിച്ചു, കാരണം ഇന്നുള്ളത് തന്നില്ലെങ്കിൽ തീർന്നു. അപ്പോൾ ഏലിയ പറയാണ്, ആദ്യം നിങ്ങൾ എനിക്കുള്ളത് ഉണ്ടാക്കി തരിക, പിന്നീട് നിങ്ങളുടെ കലം ഒരിക്കലും പറ്റില്ല. ഉത്ഥാനത്തിൻ്റെ അനുഭവം വരുന്നത് നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ ദുരിതത്തിലും കിടന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ നടുവിലും ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കൊടുക്കണം. ഇത് കാണുമ്പോഴാണ് സ്വർഗം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരെ. ഇവിടെയാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഉത്ഥാനത്തിലേക്ക് വരിക എന്ന് പറയണമെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രാർത്ഥന നമ്മളിലുണ്ടാണ്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നിട്ട് എൻ്റെ കാര്യം നടക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല. എൻ്റെ രക്ഷ എൻ്റെ സഹോദരൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കാർക്കും ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും, അയ്യോ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല, അങ്ങനെ ചെയ്യാനുള്ള ആരോഗ്യമില്ല, അങ്ങനെ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അത് നമ്മൾ ദൈവത്തെ കബളിപ്പിക്കുകയാണ്. നമ്മൾ 2 ചെമ്പ് നാണയിട്ടൊരു വിധവയുടെ കഥ ബൈബിളിലുണ്ട്. വേറൊരു വിധവ, അവളിലൊന്നുമില്ല, എന്നാൽ അവളാണ് ഏറ്റവും കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതെന്ന് ഈശോ പറയാം. കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അല്ല ദൈവം നോക്കണം. നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് നീ എന്ത് മറ്റുള്ളവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ എന്ത് പ്രവർത്തിക്കുന്നു, അവിടെയാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനം നമ്മൾ കാണുക. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. അതിലേറ്റവും വലിയ കൽപ്പനയാണ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുക. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന യേശുവിൻ്റെ 2ാമത്തെ വരവിനുമായി നമ്മൾ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഭാരതസഭ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ
ഇല്ലായ്മകളെയും വേദനയും കുറിച്ച് ഇങ്ങനെ ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ടവരല്ല. നമ്മൾ വലിയ ഒരു ഇലക്ഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇലക്ഷൻ ഭാരതസഭയുടെ എന്താ പറയുക, നമ്മളുടെ സ്ഥാനം അല്ലെങ്കിൽ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനിലാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ നമ്മളൊരു വലിയ വിടുതൽ, വിടുതലിന് പെർമനൻ്റ് ആയിട്ടുള്ള വിടുതൽ, താൽക്കാലിക ഒരു ആശ്വാസം ചിലപ്പോൾ ദൈവം നമുക്കിതിലൂടെ തരും. ഇല്ല എങ്കിൽ നമ്മളൊരു വലിയ പീഡനത്തിലൂടെ കടന്നു പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരും. എന്തു തന്നെ ആയാലും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭാരതത്തിന് വേണ്ടി, ഭാരതസഭയ്ക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ ജനാധിപത്യം, ദൈവപരമായ ഈ ജനാധിപത്യമൊക്കെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഇല്ലായ്മകളും വേദനകളും കഷ്ടപ്പാടുകളും ഓർത്ത് ഇങ്ങനെ ഇരുന്ന് പരിതപിച്ച് ദുഃഖിച്ച് അത് മാറാൻ വേണ്ടി ഇരുന്നിരിക്കേണ്ട സമയമല്ല. വി നീഡ് ടു സ്റ്റെപ്പ് ഔട്ട്, വി നീഡ് ടു പ്രേ. കാരണം ലോകത്തിൽ ഒരു മതത്തിലും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. മധ്യസ്ഥ പ്രാർത്ഥന ആർക്ക് മാത്രമേ ഉള്ളൂ? ക്രിസ്ത്യാനിക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയണത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രിസ്താനുകരണം നമ്മളോട് പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനി തനക്ക് വേണ്ടി മാത്രമാണ് ഒരുവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ ക്രിസ്ത്യാനി അല്ല. കാരണം നീ ലോകത്തിന് മുഴുവനുമായി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല ദൈവം. അത് വേണം. അതിനേക്കാൾ ഉപരി ഈ രാജ്യത്ത്, ഈ ദേശത്ത്, ഈ ലോകത്തിലെ 150 കോടി ആത്മാക്കൾ ക്രിസ്തുവിനെ അറിയണം. അവർ ക്രിസ്തുവിനെ അറിയുന്നതിനനുസരിച്ച് മാത്രമേ നമ്മളുടെ ബന്ധനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ യേശു വന്നിട്ട് നമ്മളെ മാത്രം ഈ പ്രശ്നത്തിൽ നിന്ന് മാറ്റി ലോകത്തിലുള്ള ബാക്കി എല്ലാവരും ഇങ്ങനെ പിശാചിൻ്റെ അടിമത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല യേശു വന്നത്. അപ്പോൾ എന്ന് മുതൽ നീ നിൻ്റെ സഹോദരൻ്റെ, നമുക്കെല്ലാ കൽപ്പനകളെയും കൂട്ടി ദൈവം ഒരു കൽപ്പനയെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. എന്താണ്? ഗലാത്യർ 5:14. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഏക കൽപ്പനയിൽ എല്ലാ കൽപ്പനകളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരൻ്റെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്, ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് അവരെൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക. അത് പ്രാർത്ഥനയുണ്ട്, അത് ശുശ്രൂഷകളുണ്ട്, സാമ്പത്തിക സഹായങ്ങളുണ്ട്, ബാക്കി എന്തെല്ലാം രീതിയിൽ നമ്മുടെ സ്വാധീനങ്ങളോ നമ്മുടെ കഴിവുകളോ, ഇങ്ങനെ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ സമ്പത്ത്, കഴിവ്, സ്ഥാനമാനങ്ങൾ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, നമുക്ക് ലോകത്തിലുള്ള സ്ഥാന ബഹുമാനങ്ങൾ, അതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത് തമ്പുരാൻ തന്നതിൻ്റെ ആത്യന്തിക ഉദ്ദേശം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായിട്ട് നീ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്തുനിന്ന് ഏതാണ്ട് ഒരു അംശം ഞാൻ എന്തോക്കെ കാണിക്കാൻ വേണ്ടിയതാ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു 10 നന്മ അറിഞ്ഞറിയും ചെല്ലുന്നുണ്ട്, ഞാൻ ഇടയ്ക്കൊരു കരുണക്കൊന്ത എല്ലാറുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇത്തിരി പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊന്നും ജീവിതത്തിൽ എന്തില്ല? ഉത്ഥാനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈശോ നമുക്കൊരു കാണിച്ചു തരികയാണ്. കുരിശിൽ കിടക്കുകയാണ്, ഏതായാലും ചാകാൻ പോവാ, എന്നാൽ പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്നുള്ളതല്ല. അപ്പോൾ ഒരുത്തനിതാ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുത്തൻ നിലവിളിക്കുകയാണ്, യേശുവേ നീ നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഓ, ആ വലിയ പീഡനത്തിൻ്റെ, ആ വലിയ ദുരിതത്തിൻ്റെ വേദനയിലും ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി യേശു നടത്തുന്ന ആ പ്രവൃത്തി, ഇതൊക്കെയാണ് ഉത്ഥാനത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ 50 ദിവസം ഇറച്ചി മീൻ തിന്നാണ്ടിരുന്നിട്ട് എന്തെങ്കിലും അത്ഭുതം നടക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കരുത്. അതുകൊണ്ട് ഈ രീതിയിൽ
ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വരാൻ തയ്യാറാവണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശുവിൻ്റെ ഉയർപ്പ്. ഇന്ന് ഈ ഉത്ഥാനം ചെയ്ത യേശു എന്തിനാണ് ഉത്ഥാനം ചെയ്തത്? വെറുതെ ഒരു രസത്തിന് വേണ്ടി ഉത്ഥാനം ചെയ്തതാണോ? അല്ല. യേശു ഉത്ഥാനം ചെയ്തത് അവൻ കർത്താവും ദൈവവുമായി ഉത്ഥാനം ചെയ്തു എന്നാണ് പറയാം. എങ്ങനെയാണ് കർത്താവും ദൈവവുമായിട്ട് ഉത്ഥാനം ചെയ്തത്? എങ്ങനെയാണ് യേശു നമ്മുടെ കർത്താവായി മാറുന്നത്? നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് യേശു കർത്താവാണ്, യേശു ദൈവമാണ്, യേശുവിൻ്റെ എല്ലാമാണ് എന്നിങ്ങനെ പറയുന്നതല്ല. യേശു കർത്താവാകുന്നത് യേശുവിന് കർമ്മവും ക്രിയയും ചെയ്യുവാനുള്ള, യേശുവിന് കർമ്മവും ക്രിയയും ഈ ലോകത്ത് അവന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഭാരതത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമ്മളിലൂടെ 150 കോടിയോളം ജനങ്ങളിലേക്ക് അവൻ എത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അവൻ്റെ കർമ്മവും ക്രിയയും ഈ ലോകത്തിൽ പൂർത്തീകരിക്കുവാനുള്ള ഒരു വയലാണ് ഒരു ക്രിസ്തു ശിഷ്യൻ. അങ്ങനെ യേശുവിന് താൻ 2000 വർഷം മുമ്പ് ആരംഭിച്ച ആ പ്രവൃത്തി ഇന്ന് ഭാരതത്തിൽ, ഈ ദേശത്തിൽ, ഇവിടെയുള്ള മനുഷ്യരിൽ പൂർത്തീകരിക്കുവാൻ, ആ രക്ഷാകരവർത്തി പൂർത്തീകരിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ, തനക്കുള്ളതിനെ ക്രിസ്തുവിന് ഭരമേൽപ്പിക്കുന്നതിൻ്റെ പേരാണ് യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പാപത്തെ കീഴടക്കി, രോഗത്തെ കീഴടക്കി, പിശാചിനെ കീഴടക്കി, മരണത്തെ കീഴടക്കി, നമ്മളെല്ലാ ശാപരോഗ ദുരിതങ്ങളെ കീഴടക്കി, അവൻ കുരിശിൽ അവയെ നിഷ്കാസനം ചെയ്ത് ഉത്ഥാനം ചെയ്ത് അവനിങ്ങനെ നമ്മുടെ വാതിലിൻ്റെ, ഹൃദയത്തിൻ്റെ വാതിൽ കൊല്ലുന്ന മുട്ടുകയാണ്. അവിടെയാണ് ഇന്ന് യേശു ഏറ്റവും നാണം കിടന്നൊരു സ്ഥലം. യേശുവിന് കുരിശിലെ പീഡകളും ദുരിതങ്ങളൊന്നും യേശുവിനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അതവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അവനറിയാം ഇതുകൂടി മാത്രമേ ആ ഉത്ഥാനത്തിലേക്ക് വരുള്ളൂ. പക്ഷേ യേശു ഏറ്റവും കൂടുതൽ നാണം കിടുന്ന കുരിശിലല്ല. യേശു ഏറ്റവും കൂടുതൽ നാണം കിടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കലാണ്. കാരണം അവൻ്റെ കർമ്മങ്ങളും അവൻ്റെ ക്രിയയും നമ്മളിൽ പൂർത്തീകരിക്കുവാൻ നമ്മളാരും അവന് വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ഇപ്പോഴും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ക്രിയകളും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സമയം തീരാറായി. ഇനിയും നമ്മൾ യേശുവിനെ കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നിർവഹിക്കാനായിട്ടാണ് നിങ്ങൾ ഇനിയും പ്രാർത്ഥനയും ഈ പ്രവൃത്തിയായിട്ട് നടക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഡിസാസ്റ്ററാണ് വരാൻ പോകുന്നത്. എന്നാൽ ഈ അവസാന കാലഘട്ടങ്ങൾ, അവൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് എത്രത്തോളം ആത്മാക്കളെ അവന് വേണ്ടി നേടണം, അവൻ്റെ മഹത്വത്തിൽ അവൻ പങ്കുകാരാകുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കളെ എന്നിലൂടെ നേടാൻ ഈശോയ്ക്ക് സാധിക്കും. അവന് പ്രവർത്തിക്കുവാൻ, അവൻ്റെ കർമ്മവും അവൻ്റെ ക്രിയയും നിർവഹിക്കുവാൻ ഇതാ പരിശുദ്ധ അമ്മ അവൻ വന്ന പിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ അവന് സമർപ്പിക്കുന്നിടത്താണ് പ്രിയമുള്ളവരെ അവൻ്റെ ഉത്ഥാനത്തിന് ശക്തി നമ്മളിൽ പ്രകടമാകുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ വരണം. അങ്ങനെ അവൻ നമ്മളിൽ പ്രവർത്തിക്കണം. അവന് പ്രവർത്തിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ എന്തെല്ലാം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിനെ, നിങ്ങളുടെ ജീവിതത്തെ, ഉദ്ധിതനായ യേശുവിനെ സമർപ്പിക്കുമ്പോഴാണ് ഉത്ഥാനം ചെയ്തവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മളുടെ ജീവിതത്തിലും ഈ ഈസ്റ്റർ കഴിഞ്ഞെന്ന് വെച്ചിട്ട് നമ്മളാരും അതിലൊന്നും സംഭവിച്ചില്ല എന്നുള്ള നിരാശരാകണ്ട. നമ്മൾ മുൻപോട്ട് പോകുന്ന യാത്രയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ? എവിടെയൊക്കെയോ നമ്മൾ ഈശ്വരയ്ക്ക് ഇച്ചിരി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ഒരു ചെറിയ കാര്യം ചെയ്തു, അതുപോരാ. നമ്മുടെ ഹൃദയം മുഴുവനായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. നമുക്കുള്ളതെല്ലാം മറ്റുള്ളൊരു ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഈ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളുടെ കരങ്ങളും ഉയർത്തി ഇന്ന് ഈശോയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക.
ഈ തീരുമാനം പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക, അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതാണ്. കർത്താവേ, ഇത്രയും നാൾ ഞാനിങ്ങനെ എൻ്റെ ജീവിതം, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ കുടുംബമായിട്ട് നടന്നിരുന്നതാണ്. അങ്ങനെ നടന്ന് നമ്മളെല്ലാവരും പന്നിക്കുഴിയിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ലോകത്തിൽ അനേകം മക്കൾ എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ കിടക്കേണ്ടവരല്ല നമ്മൾ അവിടുന്ന് ഉയരണം. പിതാവിൻ്റെ മഹത്വത്തിൽ വീണ്ടെടുപ്പുണ്ട്, ഉയർപ്പുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം സ്വർഗം തിരിച്ചു തരാൻ തയ്യാറാണ്, ഇരട്ടി തരാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ സ്വർഗത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണം. സ്വർഗത്തിനൊരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളൂ, ആത്മരക്ഷ. സ്വർഗം ഒരിക്കൽ മാത്രമേ സന്തോഷിച്ചിട്ടുള്ളൂ ബൈബിളിൽ. അത് ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി സന്തോഷിക്കുന്നത് പാപികളുടെ മാനസാന്തരത്തിലാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പാപികളുടെ ആത്മാക്കളുടെ രക്ഷയാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, യെസ് ലോർഡ്, ഇനി ഞാൻ സന്തോഷിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ആരെയും നേട്ടത്തിലോ വിജയത്തിലോ അല്ല, എൻ്റെ കൂടെയുള്ളവരുടെ പാപത്തിൽ കിടക്കുന്ന മക്കളുടെ മാനസാന്തരത്തിലാണ് ഇനി ഞാൻ സന്തോഷിക്കാൻ പോകുന്നത്. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ആത്മാക്കളുടെ രക്ഷയാണ് എന്ന് തീരുമാനിച്ച് കർത്താവിനെ ഒന്ന് വിളിക്കണം. യേശുവേ, നീ വരണം. ഇതാ എന്നിലൂടെ എത്രയെല്ലാം ആത്മാക്കളിലേക്ക് പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, എന്നിലൂടെ ഇനി എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ ബിസിനസ്സിലൂടെ, എൻ്റെ ജോലിയിലൂടെ, എൻ്റെ ദാമ്പത്യത്തിലൂടെ, എൻ്റെ മക്കളിലൂടെ എന്തെല്ലാം നിനക്ക് പ്രവർത്തിക്കാൻ അതെല്ലാം നീ ദാനമായി നൽകിയതാണ്. അതെൻ്റെ എല്ലാം കർത്തൃത്വം നിനക്ക് ഏൽപ്പിച്ചു തരിക എന്ന് പറയുന്നത്. അതിലൂടെ നിനക്കെന്തെല്ലാം ചെയ്യാനാകതെല്ലാം ചെയ്യാനിത് ഞാൻ സമർപ്പിക്കുന്നു എന്നൊന്ന് സമർപ്പിക്കാവോ? കർത്താവ് ഇപ്പോൾ നിങ്ങളെ ഏറ്റെടുക്കും, ഈ നിമിഷങ്ങളിൽ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായ തുറന്ന് യെസ് ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയണം. അവൻ കാത്തിരിക്കുകയാണ്. വർഷങ്ങളായി നാണം കെട്ട് നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ അവൻ മുട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നിനക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതാണ് നിന്റെ പ്രശ്നം. കാരണം നീ നിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നിന്റെ വേദനകളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് മാറണം, മാറ്റമുണ്ടാകണം. ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ റാഭാരിയ റിയാരിയ, ഹല്ലേലൂയ ലാഭാരിയ, ഹല്ലേലൂയ റാഖാര റാഭാരി. യേശുവേ നന്ദി. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.